നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആശംസകൾ നേർന്ന് ബിനീഷ് കോടിയേരി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ബിനീഷ് ആശംസകൾ പങ്കുവച്ചത്. ഇനി താങ്കൾ എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ് എന്ന് കുറിച്ച ബിനീഷ്, വികസന പാതയിൽ കേരളത്തെ കൂടുതൽ ശക്തിയോടെ നയിക്കാൻ സതീശന് സാധിക്കട്ടെ എന്നും ആശംസിച്ചു. വികസന കാര്യങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കണമെന്ന് ബിനീഷ് കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രീയമായ ആശയവ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ജനക്ഷേമത്തിനായി എല്ലാവർക്കും ഒന്നിക്കാനാകണം. വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നും എന്നാൽ എതിർക്കേണ്ട വിഷയങ്ങളിൽ ജനാധിപത്യപരമായി എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ശ്രീ വി.ഡി. സതീശന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഇനി താങ്കൾ എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്. താങ്കൾക്ക് കേരളം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും ഏറ്റെടുത്ത് മുന്നേറാൻ എല്ലാവിധ ആശംസകളും. വികസനത്തിൻ്റെ പാതയിൽ ഇന്ന് രാജ്യത്തിനാകെ മാതൃകയായി മുന്നേറുന്ന കേരളത്തെ കൂടുതൽ ശക്തിയോടുകൂടി നയിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇതിനകം ആരംഭിച്ചിരിക്കുന്നതും പൂർത്തിയാകുന്ന ഘട്ടത്തിലുള്ളതുമായ പദ്ധതികൾ ജനക്ഷേമത്തിന് കൂടുതൽ കരുത്താകുന്ന രീതിയിൽ വികസിപ്പിക്കട്ടെ. കേരളത്തിന്റെ ഭാവിക്കായി വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും എതിർക്കേണ്ട വിഷയങ്ങളിൽ ജനാധിപത്യപരമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും നാടിന്റെ പുരോഗതിക്കായി കൈകോർക്കേണ്ട സന്ദർഭങ്ങളിൽ ഒരുമിച്ച് മുന്നേറുകയും ചെയ്യാം. ആശയപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ജനക്ഷേമവും വികസനവും എന്ന വലിയ ലക്ഷ്യത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിക്കാനാകട്ടെ. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, സാങ്കേതിക മുന്നേറ്റം എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ നേതൃത്വം താങ്കളിലൂടെ ഉണ്ടാകട്ടെ. സൗഹൃദവും പുരോഗതിയും നിറഞ്ഞ ജനകീയവും പോസിറ്റീവുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടാൻ താങ്കളുടെ നേതൃത്വം വഴിയൊരുക്കട്ടെ. എല്ലാവിധ ആശംസകളും ബിനീഷ് കോടിയേരി കുറിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെയാണ് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് തിരികെ എത്തുന്നത്. നിയമസഭയിൽ വീണ്ടും വി.ഡി. സതീശനും പിണറായി വിജയനും നേർക്കുനേർ എത്തും. CPM സംസ്ഥാന സമിതി യോഗത്തിൻ്റെതാണ് തീരുമാനം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും ഒഴിയുന്ന പക്ഷം അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള വിലയിരുത്തലുകളെ തുടർന്നാണ് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കണമെന്ന നിലപാടിലേക്ക് നേതാക്കൾ എത്തിയത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചിച്ചാണ് തീരുമാനം എടുത്തത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് തെരഞ്ഞെടുത്തതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് CPM.